അങ്ങനെ പാട്രിയാറ്റ് സിനിമ കണ്ടു. കാണാനുള്ളവരൊക്കെ പെട്ടെന്ന് പോയി കണ്ടോ? എനിക്ക് തോന്നുന്നത് മേ ബി ചിലപ്പോൾ പെട്ടെന്ന് തന്നെ OTT വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം വൺ ടൈം വാച്ചിലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ സിനിമേന്റെ നല്ല ഒരു മേക്കിംഗ് ആണ്. മേക്കിംഗ് ഒന്നും പറയാല്ല, അത് മോർ ഷോർട്ട്. അതിന്റെ ഒരു വിഷ്വൽ ട്രീറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പടം. പക്ഷെ ഇതില് ഇത്രയും വലിയൊരു കാസ്റ്റിംഗിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം മമ്മൂക്ക, ലാലേട്ടൻ, ചാക്കോച്ചൻ, ഫഹദ്, രേവതി ചേച്ചി, നയൻതാര തുടങ്ങിയിട്ടുള്ള ഇത്രയും വലിയൊരു എണ്ണം കൊണ്ടല്ല ഞാൻ പറയണത്, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഇത്രയും ടോപ്പിൽ നിൽക്കുന്ന വലിയ വലിയ എല്ലാ സിനിമയിലും ലീഡ് റോൾ ചെയ്യുന്ന എല്ലാവരും കൊടുന്ന് ഈ ഒരു പടത്തിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റോറിയാണ്, നടക്കുന്ന ഒരു സ്റ്റോറിയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റോറിയാണ്. പക്ഷേ ആ സ്റ്റോറി 3 മണിക്കൂർ അതിനെ ബേസ് ചെയ്ത് വലിച്ചു നീട്ടിക്കൊണ്ടേ പോലെ എനിക്ക് തോന്നി. ഇത് അത്രയേ ഉള്ളൂ. കാരണം കണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഇതില് ലാലേട്ടൻ, മമ്മൂക്ക ഇങ്ങനെ 2 വലിയ സ്റ്റാർസ് ഒരു സിനിമയിൽ വരുന്നു, അപ്പൊ ഉണ്ടാവുന്ന ഒരു സംഭവമില്ലേ, അതിന്റെ ആവശ്യകത ഈ പടത്തിൽ ഇല്ലാന്ന് തോന്നി. 2 പേരെയും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം. അപ്പോൾ ചിലപ്പോൾ അതായിരിക്കാം. പിന്നെ നയൻതാര മാം, ഒരാവശ്യമില്ല, വെറുതെ ഒരു നയൻതാര ഉണ്ടോ ഈ പടത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന പോലെ തോന്നി. പ്രത്യേകിച്ച് ഒന്നും അവർക്ക് കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് 1-2 ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട്. നല്ല മേക്കിംഗ് ആണ്, അതിനൊന്നും രക്ഷയില്ല. പക്ഷെ ഒരു കഥയെ ഇത്രയും നീട്ടി കൊണ്ടുപോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു ഈ സിനിമയെ. പക്ഷെ എനിക്ക് പടം ഇഷ്ടമായിട്ടോ. പിന്നെ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, എത്ര വലിയ സ്റ്റാർസ് വന്നാലും ഒരേ സ്റ്റാർസ് എല്ലാ സ്റ്റാർസും ഒരു പടത്തിലുണ്ടെങ്കിലും ഒരാളെ കാണിക്കുമ്പോൾ മാത്രം തിയേറ്റർ ഒന്ന് കുലുങ്ങും. അത് സ്വാഭാവികമാണ്. തിയേറ്റർ ഫുള്ളായിരുന്നു പറഞ്ഞാൽ തിയേറ്റർ ഫുള്ളായിരുന്നു. ഒരാളെ കാണിക്കുമ്പോൾ മാത്രം തിയേറ്റർ ഇത്രത്തോളം കുലുങ്ങുന്നുണ്ടെങ്കിൽ, ഇത്രത്തോളം എനർജി, ഇത്രത്തോളം ഇത് വരുന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും പടം പോയിട്ട് കാണുന്ന നല്ല സിനിമയാണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എനിക്ക് അങ്ങനെ അങ്ങോട്ട് ഒരു ഫുൾ ടൈം ഇങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ. ലാലേട്ടൻ മമ്മൂക്കന്റെ പടമാണ്, നമുക്ക് അടിച്ചു പൊളിക്കാം, എൻജോയ് ചെയ്താൽ മാർക്ക് കുക്കി വിളിക്കാന്ന് കരുതിയിട്ടാണ് പോകുന്നതെങ്കിൽ അത് 1-2 മൊമെന്റ് സെക്കൻഡ്സിൽ അതിന് പോവും. അത്രേ ഉള്ളൂ. കണ്ടിരിക്കാൻ പറ്റുന്ന നല്ലൊരു സിനിമ.